ശ്രീ അനന്തപത്മനാഭന്റെ മണ്ണായ തിരുവനന്തപുരം ഇന്ന് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായി ഇന്ത്യയിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ മുൻനിര സ്ഥാനങ്ങൾ കൈവശം വെച്ചിരുന്ന ഡൽഹി, ഗോവ, ജയ്പൂർ, ഉദയ്പൂർ, ഋഷികേശ് തുടങ്ങിയ നഗരങ്ങളെ പിന്നിലാക്കിയാണ് തിരുവനന്തപുരം അതിവേഗം വളരുന്ന ഒരു ഹോട്ട്സ്പോട്ടായി ഉയർന്നുവരുന്നത്. പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിദേശീയ യാത്രക്കാരുടെ ആദ്യ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ഒരു സ്ഥലമായി ഇന്ന് തിരുവനന്തപുരം മാറിയിരിക്കുന്നു എന്നതാണ്. പതിറ്റാണ്ടുകളോളം വിദേശ സഞ്ചാരികൾ ഗോവയിലെ മണൽക്കരകൾ, ജയ്പൂരിലെ രാജകീയ കൊട്ടാരങ്ങൾ, ആഗ്രയിലെ ലോകപ്രസിദ്ധമായ താജ്മഹൽ, ഋഷികേശിന്റെ ആത്മീയ അന്തരീക്ഷം എന്നിവയിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എങ്കിലും കാലക്രമേണ അവരുടെ യാത്രാ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഉപരിതല ആകർഷണങ്ങളിൽ നിന്നും മാറി ആഴത്തിലുള്ള വികസനം, ശാന്തത, സാംസ്കാരിക സമൃദ്ധി, ആധികാരിക അനുഭവങ്ങൾ എന്നിവയാണ് ഇന്ന് വിനോദസഞ്ചാരികൾ പ്രധാനമായി തേടുന്നത്. ഈ മാറ്റം തന്നെയാണ് തിരുവനന്തപുരത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ വിനോദസഞ്ചാര മാപ്പിൽ അതിവേഗം വളർച്ച രേഖപ്പെടുത്തുന്ന നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ ഈ നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ അതിശയകരമായ വേഗതയിലാണ് മുന്നേറുന്നത്. ട്രാവൽ അഗ്രഗേറ്ററായ അഗോഡ പുറത്തിറക്കിയ ന്യൂ ഹൊറൈസൺസ് റാങ്കിംഗ് പ്രകാരം തിരുവനന്തപുരം ഇന്ന് വിദേശ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിലെ താമസ ബുക്കിംഗ് ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ടാണ് അഗോഡ ഈ നിഗമനത്തിലെത്തിയത്. ഈ കണക്കുകൾ പ്രകാരം 2024 തിരുവനന്തപുരത്തിന്റെ റാങ്കിംഗ് 33-ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ 2025 22-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. അതായത് വെറും ഒരു വർഷത്തിനുള്ളിൽ തന്നെ 11 സ്ഥാനങ്ങളുടെ വൻ മുന്നേറ്റമാണ് നഗരം കൈവരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ശാന്തവും മനോഹരവുമായ ബീച്ചുകൾ, ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ, സമൃദ്ധമായ പ്രകൃതി ചുറ്റുപാടുകൾ, കായലുകൾ, കുന്നിൻ പ്രദേശങ്ങൾ എന്നിവയൊക്കെയാണ് വിദേശികളെ ശക്തമായി ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളം, വികസിച്ചുകൊണ്ടിരിക്കുന്ന തുറമുഖം, ആധുനിക മാളുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും നഗരത്തിന്റെ ആകർഷണം ശക്തിപ്പെടുത്തുന്നു. പുതുതായി പ്രവർത്തനം ആരംഭിച്ച അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞം തുറമുഖം ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു പ്രധാന ഹോട്ട്സ്പോട്ടായി മാറിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരത്തിന്റെ സാമ്പത്തികവും വ്യാപാരപരവുമായ സാധ്യതകളെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അഭൂതപൂർവമായ സമ്പത്തിന്റെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രപ്രസിദ്ധമായ ശ്രീ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം വിദേശ സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുതൽ ശക്തമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ അതുല്യമായ ഉദാഹരണമായ ഈ ക്ഷേത്രം അതിന്റെ ആത്മീയ പ്രാധാന്യവും സാംസ്കാരിക മഹത്വവും കൊണ്ട് നഗരത്തിന്റെ ആത്മാവിനെയും സ്വത്വത്തെയും നിർവചിക്കുന്നു. ഈ ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക താളത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നു. അദാനി ഗ്രൂപ്പിന്റെ തുറമുഖവും വിമാനത്താവളവും കേന്ദ്രീകരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തിന്റെ വരുമാനം 10 മടങ്ങ് വർദ്ധിപ്പിച്ചതായി വിലയിരുത്തപ്പെടുന്നു. വിമാനത്താവള വികസനം നഗരത്തിന്റെ മുഖച്ഛായ പൂർണ്ണമായും മാറ്റിമറിക്കുകയും ഭാവിയിൽ കൂടുതൽ നിക്ഷേപങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യുമെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. IT പാർക്കുകൾ, വൻകിട ഷോപ്പിംഗ് മാളുകൾ, ആധുനിക വാണിജ്യ സമുച്ചയങ്ങൾ തുടങ്ങിയ നിരവധി വരുമാന സ്രോതസ്സുകൾ നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജം പകരുന്നു. ഇതോടൊപ്പം കോവളം ബീച്ച്, നേപ്പിയർ മ്യൂസിയം, ശ്രീ ചിത്ര ആർട്ട് ഗാലറി തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നഗരത്തിന്റെ ആകർഷണ പട്ടികയിൽ പ്രത്യേക സ്ഥാനമുണ്ട്. ഈ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് തിരുവനന്തപുരത്തെ കേരളത്തിന്റെ GDP-യിലേക്കുള്ള വലിയ സംഭാവന നൽകുന്ന നഗരങ്ങളിലൊന്നായി മാറ്റുന്നത്. നഗരത്തിന്റെ സമഗ്രമായ വികസനം അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലിയിലും ഗുണനിലവാരത്തിലും സുതാര്യമായ പുരോഗതി ഉണ്ടാക്കുന്നു. കാരണം അവസരങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഭാവിയുടെ നഗരമായി രൂപാന്തരം പ്രാപിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.